കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്ന നിരവധി ആരോപണങ്ങളിൽ ഒന്നാണ് കാശ്മീർ കലുഷിതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേന്ദ്രത്തിൽ ബി.ജെ.പി. സർക്കാരിന് എപ്പോഴെങ്കിലും അധികാരം നഷ്ടപ്പെടുകയാണ് എങ്കിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ച് ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇവർ. കാശ്മീരിൽ ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ട് എന്ന് ജമ്മു കാശ്മീർ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് കോൺഗ്രസ് MP ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ്. അതിനിടയിൽ കാശ്മീർ ഇനി ഹിന്ദുക്കളുടേത് തന്നെ എന്ന് തെളിയിക്കുന്ന ധാരാളം കാഴ്ചകൾ അവിടെ നിന്ന് വരുന്നു. ദുർഗാദേവിയുടെ അവതാരമായ രജന്യാദേവിയുടെ പ്രതിഷ്ഠയുള്ള ഖീർ ഭവാനി ക്ഷേത്രം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ സുന്ദരമായ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇസ്ലാമിക ഭീകരവാദം കാശ്മീരിൽ ശക്തി പ്രാപിച്ചതോടെ കാശ്മീരിൽ നിന്നും ഹിന്ദു പണ്ഡിറ്റുകൾ ആട്ടി ഓടിക്കപ്പെട്ടു. വിഘടനവാദത്തിന് വളം വയ്ക്കുന്ന ആർട്ടിക്കിൾ 370 നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിയതോടെ തങ്ങളുടെ സ്വന്തം ഭൂമിയിലേക്ക് തിരികെ എത്താൻ തുടങ്ങിയിരുന്നു അവർ. പലായന കാലത്ത് ഭാരതത്തിലെ മറ്റിടങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞിരുന്ന പണ്ഡിറ്റുകൾ ഇക്കഴിഞ്ഞ ദിവസം കാശ്മീർ താഴ്വരയിലെ ഖീർ ഭവാനി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത് അഭിമാനത്തോടെയാണ്. അവരെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു കാലം പിറന്നതിന് തുല്യമാണ്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് കാശ്മീരി ഹിന്ദുക്കളായ പണ്ഡിറ്റുകൾ വാർഷിക ഖീർ ഭവാനി യാത്രയ്ക്ക് പുറപ്പെട്ടത്. പണ്ഡിറ്റുകൾക്ക് ഈ യാത്ര ഒരു തീർത്ഥാടനം മാത്രമല്ല, കുടിയൊഴിപ്പിക്കലിനെ തുടർന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മടങ്ങിവരവാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണ് ദുർഗാദേവിയുടെ അവതാരമായ രജന്യാദേവിയുടെ പ്രതിഷ്ഠയുള്ള ഖീർ ഭവാനി ക്ഷേത്രം. പാകിസ്ഥാന്റെ പിന്തുണയോടെ രൂപം കൊണ്ട JKLF എന്ന തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിലാണ് കാശ്മീരി പണ്ഡിറ്റുകൾ ജന്മനാടായ താഴ്വരയിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടത്. ഒരുപാട് പേരെ ഈ സംഘടന അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. അവശേഷിച്ചവരെയൊക്കെ ഭയപ്പെടുത്തി താഴ്വരയിൽ നിന്ന് ഓടിക്കുകയായിരുന്നു. താഴ്വര ഉപേക്ഷിച്ചു പോകാൻ അവരെ നിർബന്ധിതരാക്കി. ഇവരിൽ ഭൂരിപക്ഷം പേരും കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്ത് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു. ജന്മനാട്ടിൽ ഇവർ തിരിച്ചു വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യവും കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ തണലിൽ കാശ്മീരിലെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്നു. കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 എന്ന ഭരണഘടനാ വകുപ്പ് ഈ രാജ്യദ്രോഹത്തിന് അവർ മറയാക്കുകയും ചെയ്തു. 2019 കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. മോദി സർക്കാരിന് അധികാര തുടർച്ച ലഭിച്ചു. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ചുമതല ഏൽക്കുകയും ചെയ്തതോടെ വിവേചനപരമായ ഈ വകുപ്പെടുത്ത് കളയുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഇതോടെയാണ് കാശ്മീർ പണ്ഡിറ്റുകൾക്ക് തിരിച്ച് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്താനുള്ള സാഹചര്യം ഒരുങ്ങിയത്. കാശ്മീരിൽ മാറി മാറി അധികാരത്തിലെത്തിയിരുന്ന കോൺഗ്രസും നാഷണൽ കോൺഫറൻസും PDPയും എല്ലാം ഹിന്ദു പണ്ഡിറ്റുകൾ കാശ്മീരിൽ മടങ്ങിയെത്തുന്നതിന് എതിരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതമൗലികവാദ സംഘടനകളും പാകിസ്ഥാനിൽ നിന്ന് പണവും ആയുധവും കൈപ്പറ്റി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ഭീകരവാദ സംഘടനകളും മതവിഭാഗീയത സൃഷ്ടിച്ച് അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ഇപ്പോ പുതിയ കാര്യങ്ങളൊക്കെ കാശ്മീരിൽ സംഭവിക്കുന്നതിൽ ഈ വിഭാഗങ്ങൾ തീർത്തും നിരാശരാണ്. കാശ്മീരി പണ്ഡിറ്റുകളെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, അവർ ഒരുക്കമല്ല. ഇപ്പോഴത്തെ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇങ്ങനൊരു വിദ്വേഷ ചിന്തയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതിർത്തി കടന്നെത്തുന്ന ഇസ്ലാമിക ഭീകരവാദികൾക്ക് അവർക്ക് ആ നാട്ടിലുള്ള ചിലരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സഹായത്തോടെ അവർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചാണ് കാശ്മീരിൽ സമാധാനമില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ചില കുതന്ത്രങ്ങൾ കോൺഗ്രസ് പാർട്ടി ആവിഷ്കരിക്കുന്നത്. ഭീകര ആക്രമണങ്ങൾ കുറഞ്ഞു. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾക്ക് പാകിസ്ഥാനിൽ കടന്നുകയറി സൈന്യം ശക്തമായി തിരിച്ചടി നൽകുന്നു. അതൊന്നും ഇക്കൂട്ടർ കാണുന്നില്ല. എന്നാൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇനിയൊരിക്കലും ആർട്ടിക്കിൾ 370 കാശ്മീരിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. കാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി തുടരും. ഭൂമിയിലെ അസ്വർഗം ഇനിയുള്ള കാലം ഹിന്ദുക്കളുടേത് മാത്രമായിരിക്കും എന്ന് തന്നെയാണ് ഖീർ ഭവാനിയിൽ കഴിഞ്ഞ ദിവസം മടങ്ങിവന്ന് പൂജകൾ ചെയ്ത അതിനെല്ലാം നേതൃത്വം നൽകിയ കാശ്മീർ പണ്ഡിറ്റുകൾ ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.